അതെങ്ങനെയാണ് ഒരാൾ പുട്ട് കഴിക്കുന്നത്? പുട്ടും തേനും പാലും. ഇവൻ കൊച്ചിലേ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇങ്ങനെ. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയാലും പാലും പഞ്ചസാര ഇട്ട് ഇവൻ കഴിക്കും. അപ്പം ഇന്ന് തേനും പുട്ടും പാലും. ഞാനൊരു 2 പുട്ടും കൂടി എടുത്തിട്ട്, 2 പുട്ടല്ല 2 പീസ് കൂടെ എടുത്തിട്ടുണ്ട്. എന്തിനാ പറയാം, ഇവൻ കഴിക്കുന്ന പോലെ കഴിച്ച് നോക്കാനാണ്. തേനും പാലും ഒഴിച്ചിട്ട്. അപ്പം നമുക്ക് പുട്ട്, നല്ല ചൂട് പുട്ട് മിക്സ് ഉടച്ചെടുക്കാം. ഭയങ്കര ചൂടാണേ. ഉടച്ചെടുത്തിട്ട് തേൻ അങ്ങോട്ട് ഒഴിക്കാൻ പോവാണ്. മതിയോ? ഇനി വേണോ? ഓ എന്തതിന് വേണ്ട, പാല് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം. പുട്ടും തേനും പാലും. അപ്പം ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ്. പുട്ടും തേനും പാലും. പഴം ഉണ്ടായിരുന്ന സൂപ്പറായിരുന്നു അല്ലേ? പുട്ടും തേനും പഴവും പാലും. എന്തായാലും ഇന്ന് പഴമില്ല. അപ്പം നമുക്ക് തേൻ വെച്ച് കഴിച്ച് നോക്ക്. തേനും പാലും ചൂട് ഒഴിക്കണോ? എക്സ്പേർട്ട് പറയുന്ന കുറച്ചുകൂടെ പാലൊഴിക്കണം. ദിസ് ഈസ് സോബിൻസ് റെസിപ്പി. ഓ നല്ല മണം. ഭയങ്കര മധുരം. ഒത്തിരി ഇത് തേനിട്ടെന്ന് തോന്നുന്നു. ഈ പാലിനകത്ത് പഞ്ചാര ഇട്ടായിരുന്നോ? ഇല്ല. ഓ ഓക്കെ, കൊള്ളാം. പക്ഷേ ഇച്ചിരി തേൻ കൂടിപ്പോയോ? ഇല്ല, ഓക്കെ. എനിക്കത് തേൻ ഇച്ചിരി കൂടെ വേണം. കാരണം പാലിനകത്ത് പഞ്ചസാരയില്ല. അയ്യോ ഭയങ്കര ശബ്ദം. പാലിനകത്ത് പഞ്ചസാര ഇല്ലാത്തതുകൊണ്ടേ ഇതിന് ചൂട് തേൻ വയ്ക്കണം. ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്.